മീറ്റിങ്ങുകൾ, നമ്മളൊരു മീറ്റിംഗ്, ഹോം മീറ്റിംഗ് ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഹോം മീറ്റിംഗ് ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങാം, അല്ലെ? എവിടെ നമ്മൾ പ്രൊഡക്റ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് എവിടെ തുടങ്ങണം, എങ്ങനെ എവിടെ ചെന്ന് നിൽക്കണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടാകുന്നതാണ്. ചിലപ്പോ ആദ്യം കയ്യിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് തവിടുകയാണെങ്കിൽ അതിലൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തവിടുന്നതിന്റെ ഗുണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോകും, പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോ അതിന് പകരം നമുക്കറിയാം, പ്രത്യേകിച്ച് പുതിയ മേഖലകളിൽ, പുതിയ ഏരിയയിലൊക്കെ നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, അവരുടെ ശ്രദ്ധ നമുക്ക് ക്ഷണിക്കാൻ കഴിയുന്നത് ഏറ്റവും വില വ്യത്യാസമുള്ള ഒരു പ്രൊഡക്റ്റായി, അല്ലെ? ചിലപ്പോ ഇന്നും ഞാൻ പറയാം, ഇത്രയേറെ നമുക്ക് ഈ തവിടിനൊക്കെ ഇത്രയേറെ പ്രചാരം ലഭിച്ചിട്ടും ഇന്നും അതിന് സംശയമുള്ള ആളുകളാണ് കൂടുതൽ. തവിടിൽ നിന്ന് തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രമാത്രം തവിട് എവിടെയാ, അല്ലെ, എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ഒറിജിനലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചോദ്യം ഇല്ലാത്തപ്പോഴാണ് അവസാനം ചോദിക്കുന്നത് പിണ്ണാക്ക് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് ആദ്യം എടുത്ത് നമ്മൾ കൈകാര്യം ചെയ്തതിന് നല്ലത് കുറച്ചും കൂടെ ആളുകളിലേക്ക് കൺവിൻസ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞതിന് ശേഷം സാഹചര്യമൊക്കെ നോക്കി നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. തവിടെണ്ണ മോശമായിട്ടല്ല, തവിടിനൊക്കെ റിസൾട്ട് കുറഞ്ഞിട്ടില്ല, പക്ഷെ ആ രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതായിരിക്കും. അപ്പം എവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ടെക്നോളജി എത്രമാത്രം വളർന്നാലും എവിടെ എത്തി നിന്നാലും, ചന്ദ്രനിലെത്തിയാലും മന്യഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്, ശരിയല്ലേ? അപ്പോ നമുക്ക് ഏറ്റവും നല്ലത് മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് തുടങ്ങാവുന്ന രീതിയിൽ ഹരിതസഞ്ജീവിനെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ സൂചിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞതല്ലേ മണ്ണിന്റെ സംരക്ഷണത്തിൽ ഒന്ന് കടന്ന്, അതിനുശേഷം നമുക്കൊരു പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കീസോളിലെ കുറച്ച് പ്രൊഡക്റ്റിലേക്ക് കടന്ന്, അതിനുശേഷം ന്യൂട്രിചാർജ് ഫുഡ് സപ്ലിമെന്റിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞ് നിത്യോപയോഗ സാധനങ്ങളിലേക്ക് വന്ന് അങ്ങനെ മെല്ലെ അവസാനം നമുക്കൊരു പെയിന്റിലേക്കൊക്കെ എത്തി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് അത് കുറച്ചുകൂടി നന്നാവുന്ന എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോ മണ്ണിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റി നമ്മൾ പറയണം. ഹരിതസഞ്ജീവനി ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എന്താണ്, നമുക്ക് ഭക്ഷണം തരുന്നത് മണ്ണിൽ നിന്നാണ്, നമ്മൾ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ഭക്ഷണം നമുക്ക് വേണ്ടതുണ്ടാകുന്നത്. അപ്പോ ആ മണ്ണിന്റെ അവസ്ഥ ഇന്ന് എന്താണ്, ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മണ്ണിന്റെ അവസ്ഥ ഇനിയും എന്താകും? അപ്പൊ ഇവിടെ ഒരു ആവശ്യകത ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? ഹരിതസഞ്ജീവനി ഗാർഡൻ കൂടെ എന്തിനു ഉപയോഗിക്കണം, ഹരിതസഞ്ജീവനി 4 സ്റ്റേജ് ഉപയോഗിക്കുന്ന ആ ഒരു ഹരിതസഞ്ജീവനി പ്രൊഡക്റ്റ് എന്തിനു ഉപയോഗിക്കണം, അല്ലെങ്കിൽ മിലാപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. മിലാപ്പിന്റെ ഒക്കെ ഉപയോഗം അറിയാം, എന്താണുള്ളത് ഹരിതസഞ്ജീവനിയിൽ? മിലാപ്പ് എന്ന് പറയുന്നത് pH ബാലൻസ് ചെയ്യാനും വെള്ളത്തിന്റെ ഡെൻസിറ്റി കറക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്കവാറും കെമിക്കലൊക്കെ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ തളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത്രമാത്രം ശുദ്ധമാണെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം എടുക്കുക, അതിൽ കലക്കിയിട്ട് അങ്ങനെ അടിക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ ആ വെള്ളത്തിന്റെ ഡെൻസിറ്റി കറക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് കുറയും. അതുപോലെ മണ്ണിന്റെ pH ബാലൻസ് ചെയ്യാൻ ഈ പറയുന്ന ഉൽപ്പന്നം വളരെ സഹായിക്കും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം മണ്ണിന്റെ pH ബാലൻസ്ഡ് അല്ല, അതുപോലെ ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരിക്കലും കറക്റ്റാണെന്ന് നോക്കിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇക്കാരണം കൊണ്ട് റിസൾട്ട് കുറയുമെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവിടെ പോയി, അല്ലെ? അപ്പൊ ആ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇനിയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് എന്റെ മണ്ണ് ഇനിയും നാശമാവും, വരും കാലങ്ങളിൽ ഞാൻ പരസ്യവാചകം പറഞ്ഞ പോലെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു മെസ്സേജ് പോയാൽ ഹരിതസഞ്ജീവനി അല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡെങ്കിലും വാങ്ങി ഉപയോഗിക്കും, അല്ലെ? സമീപകാലത്ത് നമുക്കറിയാം ഗാർഡൻ ഗോൾഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിലൂടെ. അവിടെ ഒരു ഹരിതം കണ്ടു എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ മെയിൻ ലീഡേഴ്സ് ഒക്കെ അതിലുണ്ട്. എന്നും എന്ന് പറഞ്ഞതുപോലെ പച്ചക്കറിയിൽ അപ്ലൈ ചെയ്തതും പൂക്കളിൽ അപ്ലൈ ചെയ്തതൊക്കെ ചെടികളിലൊക്കെ അപ്ലൈ ചെയ്ത റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെങ്ങിനൊക്കെ നമ്മുടെ സോയിൽ ഹെൽത്തും അതുപോലെ ഫുഡ് സ്പെഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അത്രമാത്രം വലിയ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോ നമുക്ക് അങ്ങനെ മണ്ണിൽ തുടങ്ങി, മണ്ണ് വൃത്തിയായി, അല്ലെ? മണ്ണിൽ സംരക്ഷിക്കേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അല്ലെ പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തി ശുചിത്വം, അല്ലെ, വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കീസോളിലെ കുറച്ച് ഉൽപ്പന്നങ്ങളെ പറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഭാഷ ആണെങ്കിൽ, സ്ത്രീകളുള്ള വേദിയാണെങ്കിൽ നമുക്കവിടെ സാനിറ്ററി പാഡിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് തരത്തിലാണ്, ഒരു ബ്രാൻഡും പറയണ്ട, ഒരു ബ്രാൻഡിനെ കുറ്റം പറയണ്ട, പക്ഷെ മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാം വന്നു, അല്ലെ? പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊക്കെ മിക്ക മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നത് മറ്റു ബ്രാൻഡുകളെയാണ്. സത്യത്തിൽ നമ്മളും കൂടെ അവർക്ക് പരസ്യം ചെയ്യാം, ആവശ്യത്തിന് പരസ്യം അവർ ചെയ്യുന്നുണ്ട്, ടിവിയിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പരസ്യം കൂടെ നമ്മൾ ഓരോ ബ്രാൻഡ് വിളിച്ചു പറഞ്ഞെങ്കിൽ നമ്മൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പരസ്യം പേരില്ലാതെ, ബ്രാൻഡ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളെ പോരായ്മയെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ മേന്മയെ കുറിച്ച് പറഞ്ഞ് നമുക്കതില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുശേഷം അപ്പൊ തീർച്ചയായിട്ടും കീസോൾ ഉൽപ്പന്നങ്ങൾ വന്നു കഴിയുമ്പോൾ വ്യക്തി ആ ശുചിത്വത്തെ പറ്റി പറഞ്ഞു. ഇനി അടുത്തതായിലേക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആരോഗ്യമാണ്.
ആരോഗ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളെ വിഷങ്ങളും മായങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മായവും വിഷവും ഇല്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ കഴിഞ്ഞ 23 വർഷമായിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ആർസിഎം എന്ന് പറയുമ്പോൾ ഉപ്പ് മുതൽ രാത്രി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരി അടക്കമുള്ളത് ശരീരത്തിന് ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രം പോരാ, ഇനി എടുത്തു പറയേണ്ട നമുക്ക് ധൈര്യത്തിൽ പറയാവുന്ന ഒരു കാര്യം, വെൽനെസ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. സമീപകാലത്തായിട്ട് നമുക്കറിയാം, ഈ കൊറോണ വന്നതിന് ശേഷം ആരോഗ്യ കാര്യങ്ങളിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് അല്ലെ. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്, രോഗപ്രതിരോധ ശക്തി വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്തിന് ശേഷമുള്ള സമയം അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും? സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെന്താ പ്രതിവിധി? അതിന് നമ്മൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പറയും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങളില്ലെങ്കിൽ വിഷമാകില്ല എന്ന് പറയാനേ പറ്റുക. ബാക്കി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതിന് പോഷകങ്ങളില്ല. അപ്പൊ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. അതിന് എത്ര പോഷകങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെ? ആ 8 പ്രധാനപ്പെട്ട പോഷകങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ആർക്ക് പറയാം 8 പോഷക തത്വങ്ങൾ? സീനിയർ ലീഡേഴ്സ് ഒന്നും പറയരുത്. റണ്ണറായിട്ടുള്ള ആളുകൾ കൈവന്നിച്ച് അറിയിക്കണം. റണ്ണർ ലെവല് ഒന്ന് കൈവിട്ടോ. ആ രീതിയിലേക്ക് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. വെള്ളം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് വേണം. അത് കഴിഞ്ഞാൽ കൊഴുപ്പ് വേണം. അത് കഴിഞ്ഞാൽ PPM4 ആ ക്രമത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്കൊരു സാധനം ഉണ്ടാവുന്നു, അതാ ജി ഗാമോറേസ്. ഇത് കഴിച്ചെത്ര പേരുണ്ട്? എല്ലാ കൈകളും പൊങ്ങിയിട്ടുണ്ടല്ലേ. ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാ മതി, പക്ഷെ ഇങ്ങോട്ട് വരണമുണ്ട്. ആദ്യം കണ്ടുവന്നപ്പോ 2:45 അലാറം വെക്കുന്ന പരിപാടിയില്ല. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റു. അതിനുശേഷം ഈ 6 മണിക്കാണ് അവിടെ നിന്ന് ബസ്. അതിന് ഞാൻ 7:00 ട്രെയിന് വരെ 6 മണിക്ക് അവിടെ നിന്ന് കയറുന്നു. പക്ഷെ രാത്രി കിടന്ന് രാവിലെ എപ്പോഴാണോ ഞാൻ എണീക്കുന്നത് ആ സമയത്ത് പ്രോട്ടീൻ പൗഡർ കഴിക്കും. അത് 2 മണിക്കാണെങ്കിൽ 2 മണിക്ക്, 1:30ക്കാണെങ്കിൽ 1:30 ശീലമായി പോയി. അപ്പൊ അതിന്റെ കൂടെ ഈ പറഞ്ഞ PPM4 ആദ്യം വെള്ളം കുടിക്കും, അതിന്റെ കൂടെ ഗാമോറസോൾ കഴിക്കും. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. പിന്നീടുള്ള കാര്യം പിന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നോട് പറഞ്ഞ ചപ്പാത്തി കൊണ്ട് കഴിച്ചിട്ട് പോകുന്നു. ഇത് കഴിച്ചിട്ട് പുറമെ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞത് അതൊരു ബോക്സ് എടുത്തിട്ട് ഇവിടെ വന്നിട്ടാണ് 3 ചപ്പാത്തി കഴിച്ചു. ഒരു കുഴപ്പമില്ല, ഇനി എങ്ങനെ പോയിക്കോളൂ, എത്ര മണിക്കൂറും പോയിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് PPM4 ഈ പറഞ്ഞ ജി അടക്കം കഴിക്കാതെ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് വേറെ ഒരു വഴിയില്ല നമ്മുടെ മുമ്പിൽ. മാത്രമല്ല നമ്മൾ അക്കാലത്തിന് ഭാഗ്യവുമല്ല. കാരണം എന്താ, ഇത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത്, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത് ഏത് വിലയ്ക്കാം? ഉയർന്ന വിലയ്ക്കാണോ? ഈ വിലയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ? നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം. പല ഉൽപ്പന്നത്തിനും വില കൂടുതലാണെന്ന് നമ്മുടെ ഉള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യണം, എന്താണ് ഇതിന്റെയൊക്കെ വില. വെച്ചമേക്കിന്റെയൊക്കെ വില എന്താ? പുറത്തുനിന്ന് അന്വേഷിച്ച് വെച്ചമ കിട്ടാണ്ട. ഒമേഗ 3 ഉണ്ട്, പക്ഷെ വെച്ചമേക്ക് ഉണ്ടാവും ഇല്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും നമുക്ക് അത്രയും വാല്യുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വില കുറച്ചാണെന്ന് ഓർക്കണം. അപ്പൊ ഇത് നമ്മൾ കഴിക്കാതെ എങ്ങനെയാണ് മറ്റൊരാളോട് നമ്മളിത് പറയാം അല്ലെ? നമ്മൾ കഴിച്ചാലുണ്ടാവണം, നമ്മുടെ ശരീരത്തിൽ അത് കാണാനുണ്ടാവും അല്ലെ? നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും RCMല് സജീവമായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഓടിയുള്ളത് വർക്ക് ചെയ്യാമെന്നത് മാത്രമല്ല 100% പ്രൊഡക്റ്റീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. കൊറോണ വരുന്നുണ്ടാവും, അതൊരു വഴിക്ക് പോകും അല്ലെ? എന്ത് പ്രശ്നം വന്നാലും അതാ ഒന്ന് ആ വഴിക്ക് എങ്ങനെയും പോകും. നമ്മളെ കൂടുതലായിട്ടൊന്നും ബാധിക്കില്ല. ചിലപ്പോൾ 1-2 ദിവസം തുമ്മലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അതെങ്കിലും വേണ്ടേ? വന്നു എന്നതിന്റെ ലക്ഷണം കാണിക്കണം അല്ലേ? അപ്പൊ അത് കാണിക്കലാണ്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ചില ആൾക്കാർ വിനോദം വേണ്ട പറഞ്ഞ പോലെ പനി വന്നാൽ ചിലർക്ക് പറയാൻ പേടിയാണ്. ആശിമലായതുകൊണ്ട് ചുമ വന്നാൽ ചുമയ്ക്കാൻ പേടി. ആൾക്കാരൊന്നും ചുമക്കും. എന്നാ എന്തിനു പേടിക്കണ്ട? ചുമയ്ക്കണം അല്ലേ? ജലദോഷം വരട്ടെ, പനി വരട്ടെ, വരാതിരിക്കുമ്പോഴാണ് പേടിക്കേണ്ടത്. അപ്പൊ ആശിമിനാണെന്ന് വിചാരിച്ചിട്ട് പനി വരുന്നത് വലിയ കൊലക്കുറ്റമൊന്നുമല്ല. അത് വരാൻ പാടില്ലാത്ത കാര്യം തന്നെ. വന്നില്ലെങ്കിലാണ് പേടിക്കേണ്ടത്. ഇതൊക്കെ വരും, പക്ഷേ നമ്മളിതെവിടെയും ബാധിക്കില്ല. അത് വന്ന ആ വഴിക്ക് അങ്ങനെ പോയിക്കോളൂ. 1-2 ദിവസം കൊണ്ട് ആ കാര്യം നമ്മൾ SYO ഒക്കെ കഴിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് അത് മാറിക്കോളും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പരിസരത്ത് നല്ല അയൽവാസികൾ സമൂഹത്തിൽ നടക്കുന്നതെന്ന് നോക്കൂ. ചുമ വന്നാൽ പണ്ട് 3 ദിവസം കൊണ്ട് മാറിയത് 30 ദിവസം കൊണ്ട് മാറുന്നില്ല. മാറുന്നുണ്ടോ? മാറുന്നില്ല. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് അതിന് വേണ്ട പ്രൊഡക്റ്റ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് അമ്മോട് തുറന്ന് പറയാൻ വരെ നമുക്ക് ധൈര്യമില്ല. ശരിയല്ലേ? അപ്പൊ നമ്മളിത് 100% ഉപയോഗിക്കാതെ നമുക്ക് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. എവിടെയൊക്കെയോ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് സംശയമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം, അപ്പൊ നമുക്കിത് പറഞ്ഞു കഴിയുമ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ യെസ് ഇയാള് വെജ് കഴിക്കേണ്ട അല്ലെങ്കിൽ PMF കഴിക്കുന്ന ആളാണെന്ന് തോന്നും.
ബോധിപ്പിക്കണം. പറ്റോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ പറ്റണം. നാളെ മുതൽ, ഇന്നിപ്പോ എന്തായാലും മീറ്റിംഗ് വേറെ നടക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നാളെ മുതൽ നിങ്ങൾ ഏറ്റവും മീറ്റിംഗിൽ പോകുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഉപയോഗിക്കേണ്ട കാര്യത്തെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവിടെ എത്തിയപ്പോ FMCG വന്നു. അതിലെല്ലാം കുറച്ച് കാര്യങ്ങൾ എല്ലാം എടുത്ത് പറയണ്ട, കുറച്ച് ഒരു 3-4 പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെ പറ്റി ഒന്ന് എടുത്ത് പറയാം. ഈ പറഞ്ഞ സപ്ലിമെന്റ് ന്യൂട്രിചാർജിനെ പറ്റി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം. അക്കൂട്ടത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ന്യൂട്രിചാർജ് BJന്റെ കാര്യങ്ങളും, അതുപോലെ SNF അല്ലെ, അതുപോലെ നമ്മുടെ ബയോഎച്ച്, ന്യൂട്രിചാർജ് ബയോഎച്ച് എടുത്ത് പറയേണ്ട കുറച്ച് തന്നെയാണ്. ന്യൂട്രിചാർജ് പറയാതെ പോകരുത്. ഒരു 45-50 വയസ്സ് വയസ്സിന് ശേഷമുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം. അതിൽ നേരത്തെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹങ്ങളിൽ നമുക്കറിയാം. അതിന്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോഷക തത്വങ്ങളുടെ ഒരു ആവശ്യകതയെ കുറിച്ച് പറയാൻ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പറഞ്ഞ് അവസാനം നമുക്ക് പെയിന്റിൽ വരെ ഇതിന് കെമിക്കൽ ഇല്ലാത്ത പെയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ മറ്റു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനെ അപേക്ഷിച്ച് ശരീരത്തിന് ഹാനികരമായ രീതിയിൽ ലെഡിന്റെ അംശമോ മെർക്കുറിയോ അല്ലെങ്കിൽ VOCയോ ഇല്ലാത്ത പെയിന്റ്, അത് പ്രൂവ് ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. വെറുതെ അങ്ങനെ പറഞ്ഞു പോകല്ല. അപ്പൊ മീറ്റിങ്ങിലൊക്കെ പോണ സമയത്ത് വേണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അതിന്റെ ആ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിടണം. ഇന്നതിലില്ല എന്നൊരു പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ അത് വായിച്ചു നോക്കിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് അവർ കണ്ടപ്പോ കാര്യങ്ങൾ ഏകദേശം അവർക്ക് ഉറപ്പായി. കണ്ടാ മതി. അപ്പൊ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതി, കളി നടക്കില്ല. അതേപോലെയാണിത്. അപ്പോ ഈ രീതിയിലേക്ക് നമുക്കൊരു മീറ്റിംഗ് ചെയ്യാൻ പറ്റുക, തീർച്ചയായിട്ടും അത് സക്സസ് ആയിരിക്കും. അപ്പൊ സംസാരം കുറച്ച് മതി. അതിനുശേഷം നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓരോ ഉൽപ്പന്നം കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണം, അത്തരം കാര്യങ്ങളൊന്നും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാല് സെയിൽ കൂടുതൽ നടക്കും. അല്ലെങ്കിൽ വെറും ക്ലാസ് മാത്രമേ സെയിൽ നടക്കില്ല. സെയിൽ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തില്ല. പ്രൊഡക്റ്റ് എത്തിയില്ലെങ്കിൽ മീറ്റിംഗ് എത്തിയേക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സെയിൽസിന് തന്നെയാണ്. ആ സെയിൽസിന്റെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ആവശ്യകത ക്രിയേറ്റ് ചെയ്യലാണ് നമ്മൾ ഈ അരമണിക്കൂർ കൊണ്ട് നടക്കുന്ന മീറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നല്ല സെയിൽ നടക്കും അല്ലെ. എന്തെങ്കിലും സെയിൽ ഉണ്ടാവും. നമുക്ക് വേണ്ടത് സെയിലാണ്. 5 മിനിറ്റ് കറക്റ്റ്. അപ്പൊ ഹോം മീറ്റിംഗിലാണെങ്കിലും PUC ഇനാഗ്രേഷൻ ആണെങ്കിലും നമുക്ക് വേണ്ടത് എന്താ? സെയിലാണ്. പ്രൊഡക്റ്റ് പോവാതെ നമുക്ക് PV ഇല്ല. PV ഇല്ലെങ്കിൽ നമുക്ക് ഇതുമില്ല. ഇതിനൊക്കെ ബേസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണം എന്ന് കരുതി ഒരാളെ കിട്ടിയാൽ ഉള്ളത് മുഴുവൻ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇരുത്തി അങ്ങനെ പറയുന്ന ഒരു പരിപാടിയും വേണ്ട. ആവശ്യം അനുസരിച്ച് കൊടുത്താണ്. പാത്രം അറിഞ്ഞ് വിളമ്പാന്ന് പറയുന്നത് അല്ലേ. സമയവും സാഹചര്യം, കാരണം അയാൾക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മളുണ്ട്. ചിലൊക്കെ ഷോപ്പിലൊക്കെ വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ തവിടുന്ന നല്ലതാ, പക്ഷെ അയാളെ കൊണ്ട് ഒരു രക്ഷയില്ലാന്ന്. തവിടുന്ന നല്ലതാണ്, ഞാൻ മേടിക്കാറുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ 5ന്റെ ക്യാൻ മേടിക്കുന്ന ആളാ സുഹൃത്തെ. ആ 5ന്റെ ക്യാൻ മേടിച്ച് പുറത്തേക്ക് ഒരാൾ പിടിച്ചു വെച്ചിട്ട് അതിനെ കുറിച്ച് ക്ലാസ് ആണ്. ഒരു ഗുണം ഇല്ലെങ്കിൽ 5ന്റെ ക്യാൻ മേടിച്ചിട്ട് പോവോ അല്ലേ? പിന്നെ എന്തിനാ ക്ലാസ്? അതൊക്കെ ഒന്ന് വിട്ടുപിടിക്കണം അല്ലെ. കുറച്ച് അവരുടെ ഒരു സമയ സാഹചര്യമൊക്കെ നോക്കിയിട്ട് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അറിവ് അങ്ങോട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് മകൾക്ക് വെറുപ്പിക്കലാണ് അല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഒരു കാര്യം ഉറപ്പിക്കാം, ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. പക്ഷേ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അല്ലെ യാതൊരു തരത്തിലുള്ള പേരുദോഷവും കേൾപ്പിക്കാതെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ സിസ്റ്റം പ്രകാരമാണെങ്കിൽ യാതൊരു തരത്തിലും ഇന്നേ വരെ ഒന്നും ഒരു പോരായ്മയെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെടാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സത്യസന്ധതയോട് കൂടിയുള്ള ഒരു ബിസിനസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആശയമാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വന്ന നമ്മൾ തികച്ചും ഭാഗ്യവാന്മാരാണ്. എല്ലാവരും പറയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ബിസിനസ്സാണ്. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം വേണ്ട. ഒരു ശതമാനം സംശയം അക്കാര്യത്തിൽ വേണ്ട. 100% അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആവുമ്പോൾ TCGയുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണം. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു നല്ല മനുഷ്യനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിസിനസ് ചെയ്ത് കോടീശ്വരനാകാൻ ഇന്നവരെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബിൽവാൻ വരെ പോയി നോക്കി പല പ്രാവശ്യം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കോടീശ്വരനാവാനുള്ള ടെക്നിക്ക് ഒന്നും പറഞ്ഞില്ല. ആകെ പറയുന്ന ഒരേ ഒരു കാര്യം, നല്ല മനുഷ്യനാകും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടും കൂടി അദ്ദേഹം പറയുന്നത് നല്ല മനുഷ്യനാകും. ഇപ്പൊ കഴിഞ്ഞ 23 വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം പോലും നടന്നത്. അതുപോലെ ഉദ്ഘാടനം പോലും നടത്തിയില്ല. നമ്മുടെ നാട്ടിൽ പല പാലങ്ങളും പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടക്കുന്നത്. പല ബിൽഡിങ്ങുകളും അല്ലെ വലിയ സംഭവം ഉണ്ടാക്കിയിട്ട് അതിന്റെ പണി പൂർത്തിയാകുന്നതിന് ഉദ്ഘാടനം ആദ്യം കഴിക്കും. പക്ഷെ നമ്മളെന്താ ചെയ്തത്? 23 വർഷം കഴിഞ്ഞു, അതൊന്നും ഔദ്യോഗികമായിട്ട്
നാട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇതാണ് സ്ഥിതി. 4080 പ്രൊഡക്റ്റ് നമ്മുടെ ബ്രാൻഡിലുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് വരാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ ആത്മാർത്ഥമായി അവനവന് വേണ്ടി എന്റേതാണെന്നുള്ള തികഞ്ഞ വിശ്വാസത്തോടു കൂടി, അല്ലെ, എല്ലാം അങ്ങനെയാണല്ലോ. എന്റേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും. അപ്പൊ എന്റേതാണെല്ലാം ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞാൽ, അതേ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആളുകൾ അതേ രീതിയിൽ ഇതിലേക്ക് വരും. ഒരു സംശയം വേണ്ട, വരും കാലം എന്ന് പറയുന്നത് ആർസിമിനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒരു സംശയം